അങ്ങനെ ഒരു കോൺസ്പിറസിക്ക് ഇടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ആശങ്ക കൊടുക്കാതെ കാര്യങ്ങൾ പരിഹരിക്കുക. പക്ഷെ അപ്പോൾ തന്നെ ഈ ആദ്യത്തെ അപകടം ഉണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു 2 ന്യൂഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ആഴ്ചപ്പതിപ്പിലും ഒരു ഫോർട്ട്നൈറ്റിലെ വീക്കിലും 2 ആർട്ടിക്കിൾ വന്നു. ആ 2 ആർട്ടിക്കിളിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരായിട്ട് വിഴിഞ്ഞം തുറമുഖം വരാതിരിക്കാൻ വേണ്ടി അതിനെതിരെ സമരം ചെയ്ത ആൾക്കാരുടെ ഗ്രൂപ്പുള്ള ആൾക്കാരാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ അപകടവും വിഴിഞ്ഞത്തിനെയുമായിട്ട് അവർ കണക്ട് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ രീതിയിൽ. അതായത് കേരളത്തിൻ്റെ തീരപ്രദേശം ബലമാണ്, അത് വിഴിഞ്ഞം വന്നത് ആ ദുർബലത എന്ന് പറയുന്നത് അത് കൂടുകയുള്ളൂ എന്നുള്ള രീതിയിൽ ആ ലേഖനം കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ ഒരു മദർ പോർട്ട് ഇവിടെ വരുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർകഥയാവുകയും അത് കേരള തീരപ്രദേശത്തെ വല്ലാതെ ബാധിക്കുകയും പരിസ്ഥിതിയെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് ലേഖനം പോകുന്നത്. അപ്പോൾ ആ ലേഖനത്തിൽ ഈ തുറമുഖത്തിനെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്ത മെയിൻ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ വിഴിഞ്ഞത്ത് ലോകത്തിൽ ഇപ്പോൾ സൗത്ത് ഏഷ്യയിൽ ഒരു തുറമുഖത്തും കയറാത്ത വലിയ കപ്പൽ ഐറീന, MSC ഐറീന, 24,000 കണ്ടെയ്നർ കയറ്റിയ ഐറീന ഇന്നലെ ഞാൻ അവിടെ പോയി കണ്ടു. അത് ഇന്ന് പോയിരിക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടാവും. അത് നമുക്കൊരു അഹങ്കാരമാണ്, കേരളത്തിലെ ജനങ്ങൾക്കൊരു അഹങ്കാരമാണ്. ലോകത്ത് വളരെ എണ്ണപ്പെട്ട തുറമുഖങ്ങളിൽ മാത്രം കയറുന്ന ഒരു കപ്പൽ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഡോക്ക് ചെയ്തിരിക്കുന്നു. 24,000 ചില്ലറ ഒരു 3 അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 3 ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാൾ വലിപ്പമുള്ളൊരു കപ്പൽ. ഇതിനെതിരായിട്ട് പ്രവർത്തിച്ച ലോബികൾക്ക് അവർ ഈ ഒരു നമ്മുടെ ഒരു നേട്ടം, ഇന്ത്യയുടെ ഒരു നേട്ടം, അതായത് ഇന്ത്യക്ക് മദർ പോർട്ടില്ല, ആദ്യം വന്ന മദർ പോർട്ടാണ്. ഇന്ത്യക്ക് മദർ പോർട്ട് ഇല്ലാത്തത് ഒരു വർഷം നമുക്ക് നഷ്ടമാകുന്ന തുക ഏകദേശം 2,400 കോടി രൂപയാണെന്ന് 2,400 കോടി രൂപയാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ഒരിക്കൽ ഒരു ലേഖനം എഴുതിയിരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ അത് വളരെ കൂട്ടുണ്ട്, 3,000 കോടി രൂപയ്ക്ക് അടുത്താണ് അതിൻ്റെ നഷ്ടം. അപ്പോൾ 3,000 കോടി രൂപ വർഷം നഷ്ടമാകുമ്പോൾ അത് ലഭിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ മദർ പോർട്ടുകൾ ഉള്ള രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവർക്കത് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ലോബി ഇവിടെ ഈ തുറമുഖം പിന്നീട് വരാതിരിക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചു എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതിന് വിദേശ ഫണ്ടിങ് വന്ന കാര്യം ഈ പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം വന്നതാണ്, നമ്മളത് നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ഇതിനകത്തുണ്ടോ എന്ന് ആൾക്കാർ സംശയിച്ച് തുടങ്ങിയെങ്കിൽ അവരെ കുറ്റം പറയത്തില്ല. കാരണം ഈ ലേഖനങ്ങളും ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുന്നത് നമ്മളങ്ങനെ ഒരിക്കലും ആൾക്കാർക്ക് ആശങ്ക കൊടുക്കുന്നതല്ല. പക്ഷേ ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് അത് പറഞ്ഞു പോവുകയാണ്. നമ്മളെല്ലാം ചർച്ച ചെയ്യണം. അതെ, ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇങ്ങനെ ആവുമോ? കേരളം ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല ഇത്രയും കാലമായിട്ട്. കപ്പലുകൾ ഇതുവഴി പൊക്കോണ്ടിരിക്കുക, അന്താരാഷ്ട്ര കപ്പൽച്ചാൽ വഴി. അപ്പോൾ ഇത് വന്നത് ഇതിനെ ഒരു തുടർകഥയാക്കി ആ ഇമ്പോർട്ടൻസ് നശിപ്പിക്കാനാണോ എന്ന് ജനം ചിന്തിക്കുമ്പോൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം.